അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷവും ആഗ്രഹവുമാണ് നല്ല സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകുമാറാവട്ടെ. ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും അവർ സൗന്ദര്യമുണ്ടായിരിക്കുക എന്നതും നല്ല ബുദ്ധിശക്തിയുള്ളവരായിരിക്കുക എന്നുള്ളതും സാമർഥ്യമുള്ളവരായിരിക്കുക എന്നുള്ളതും ഒക്കെ ഓരോ മാതാപിതാക്കളുടെയും അടങ്ങാത്ത ആഗ്രഹവും അഭിലാഷവും ഒക്കെ ആയിരിക്കും. എന്നാൽ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതിനൊക്കെ വിശുദ്ധമായ ഇസ്ലാമിൽ പരിഹാരങ്ങൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മക്കൾക്ക് സൗന്ദര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയും അവർക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും ഒക്കെ വർദ്ധിക്കുന്നതിന് വേണ്ടിയും നാം നേരത്തെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഭാര്യ ഗർഭിണിയാകുമ്പോൾ തന്നെ അവളെ ടെൻഷൻ ഇല്ലാതെ വിഷമിപ്പിക്കാതെ ഗർഭകാലത്ത് ജീവിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ സമയത്ത് അവളുടെ സന്തോഷവും ദുഃഖവും അവളുടെ ഉന്മേഷവും ഒക്കെ തന്റെ ഗർഭപാത്രത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞിനെ ബാധിക്കുമെന്ന കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഗർഭകാലത്ത് ഗർഭിണിയായ ഉമ്മ, സഹോദരി, സഫർജിൽ എന്നറിയപ്പെടുന്ന ഒരു പഴമുണ്ട്. വല്ലാതെ ആരും ഗൗനിക്കാത്ത ഒരു പഴമാണെങ്കിലും അതിന് വലിയ ഔഷധവീര്യവും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെയും ഉന്മേഷത്തെയും ഒക്കെ വളർത്തുന്നതിൽ വലിയ സ്വാധീനവും ഉള്ളൊരു പഴമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, കുലു സഫർജില, നിങ്ങൾ സഫർജിൽ ഭക്ഷിക്കണം. വതഹാദൂഹു ബൈനക്കും, സഫർജിലുകൾ നിങ്ങൾക്കിടയിൽ ഹദിയകളായിട്ട് നിങ്ങൾക്ക് കൈമാറാം. ഫഇന്നഹു യജ്ലുൽ ബസറ, കാരണം അത് കണ്ണുകളെ നല്ല തെളിഞ്ഞ കാഴ്ചയുള്ളതാക്കി മാറ്റും. വയുത്ബിതുൽ മവദ്ദത ഫിൽ ഖൽബ്, ഹൃദയത്തിന് സാന്നിധ്യമുള്ള പരസ്പര സ്നേഹവും അത് സമ്മാനിക്കും. വഅത്ഇമുഹു അലാക്കും, നിങ്ങളുടെ ഗർഭിണികൾക്ക് നിങ്ങൾ അത് ഭക്ഷിപ്പിക്കുക. ഫഇന്നഹു യുഹ്സിനു ഔലാദക്കും, ആ ഗർഭത്തിൽ നിങ്ങൾക്ക് ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നല്ല ഉന്മേഷവും ഉഷാറും ഭംഗിയും ഒക്കെ നൽകാൻ അത് സഹായിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റൊരു ഹദീസിൽ പറയുന്നത്, അലൈക്കും ബിസ്സഫർജിൽ, നിങ്ങൾ സഫർജിൽ ഭക്ഷിക്കുക. ഫഇന്നഹു യസീദു ഫിൽ അഖൽ, ബുദ്ധി അധികരിക്കാൻ, ബുദ്ധി കൂടാൻ അത് സഹായിക്കും. മൻ അക്കല സഫർജില അല റീഖി, വെള്ളം ഉപയോഗിക്കാതെ ഉമിനീരിൽ ചവച്ച് ഇറക്കിക്കൊണ്ടുവരാൾ സഫർജിൽ കഴിക്കുകയാണെങ്കിൽ അവന്റെ ആരോഗ്യം ദൃഢഗാത്രനാവുകയും അതോടുകൂടെ തന്നെ മുഖത്ത് പ്രസന്നത ഉണ്ടാവുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. നിരവധി ഹദീസുകൾ ഇതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഖുവ്വത്തുൽ ഖൽബ്, ഹൃദയത്തിന് ശക്തി ഉണ്ടാകും. ഭീരുക്കളെ എന്ത് കണ്ടാലും പേടി തോന്നുന്ന ആളുകൾക്ക് ഇത് ഭക്ഷിച്ചാൽ ഹൃദയത്തിന് ശക്തിയും ധൈര്യവും സംഭരിക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് ബുദ്ധി വർദ്ധിക്കുന്നതിന് വേണ്ടിയും അവർക്ക് സൗന്ദര്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയും ഒക്കെ ഗർഭിണികൾക്ക് 3 മാസം ആയതു മുതൽ പ്രസവിക്കുന്നത് വരെയുള്ള സമയത്താണ് ഇത് നൽകേണ്ടത്. അത് ഉമിനീരിൽ തന്നെ ചവച്ച് ഇറക്കുന്നതാണ് ഏറ്റവും നല്ലത്. അള്ളാഹു നല്ലതിന് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.